ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടിനോട് മാധുവിന് യോജിപ്പുണ്ട്. ഇതിനകത്ത് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടിനോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ഒരു രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നുള്ളതിനപ്പുറം അഴിമതി തൊട്ട് തീണ്ടാത്ത, ഒരു അഴിമതിയുടെ ഒരു നിഴൽ പോലും വീഴാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഡോക്ടർക്കെതിരെ എന്തിന് ഈ ഒരു അല്ലെങ്കിൽ ഇങ്ങനൊരു അവമതിപ്പ് വകുപ്പിനുണ്ടാകും, കേരളത്തിനുണ്ടാകും എന്നുള്ള പേരിൽ ഈ വീണ്ടും കല്ലേറിന് ശരിക്കും പറഞ്ഞ തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രിമാർ, പാർട്ടി സെക്രട്ടറി എല്ലാവരും വരുന്നത്. ഈ സംഭവം ഉണ്ടായ സമയത്ത് ഷാഫി പറമ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എം സ്വരാജിൻ്റെ പരാജയം ഒരു രാഷ്ട്രീയ വിജയമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം സമാഹരിച്ച വോട്ടുകൾ വളരെ രാഷ്ട്രീയമായി സമാഹരിച്ച വോട്ടുകളാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനു മുമ്പ് എന്ന്. രാഷ്ട്രീയ സാഹചര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് തൊട്ട് മുൻപായി ഡോക്ടർ ഹാരിസിൻ്റെ പേജിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിമർശനങ്ങൾ ഇങ്ങനെയായിരിക്കുമോ? ഇപ്പോൾ ആരോഗ്യമന്ത്രി അഭിലാഷ് മോഹനോട് ഇദ്ദേഹത്തിനെ പറ്റിയുള്ള മുഴുവൻ സവിശേഷതകളും മുഴുവൻ വിശേഷണങ്ങളും ഒക്കെ പറഞ്ഞു. ആ രീതിക്കായിരിക്കുമോ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ രാഷ്ട്രീയം അങ്ങ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് ഒരു പ്രിവിലേജായി അദ്ദേഹത്തിന് അവിടെ നിൽക്കുന്നുണ്ട്. പാർട്ടി കുടുംബാംഗമാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനടക്കം പാർട്ടി അംഗമാണ്. ഈ പോസ്റ്റ് പിൻവലിച്ചത് പോലും പാർട്ടി ആവശ്യപ്പെട്ടിട്ടാണെന്ന് ഡോക്ടർ തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞ പോലെ ഞാനൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല, ഞാൻ ഒരു ലാബുകാരൻ്റെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം മിടുക്കനാണെന്ന് കണ്ട് ഈ സ്ഥാപനം നന്നാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്നതാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. ഈ രീതിയിലല്ലാത്ത ഒരു മനുഷ്യനാണ് ഇതേ ഗതികേടുകൾ മുഴുവൻ അഭിമുഖീകരിക്കുന്നത് എങ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത അത്യാവശ്യം സാധാരണ മനുഷ്യനെ പോലെ പണിയെടുക്കുന്ന, ഞാൻ 360 ദിവസം പണിയെടുത്തിട്ടുണ്ട് എന്ന് ആർജവത്തോടെ പറയാൻ കഴിയാത്ത ഒരാളാണ് ഇത് പറയുന്നതെങ്കിൽ ഈ രീതിക്ക് സ്വീകരിക്കപ്പെടില്ലായിരുന്നു. രാഷ്ട്രീയം സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ പോലും ഈ രീതിക്ക് സ്വീകരിക്കപ്പെടില്ലായിരുന്നു. അവിടെ രോഗികളിൽ നിന്ന് പണം പിരിച്ച് അവർക്ക് സർവീസ് കൊടുക്കേണ്ടി വരുന്ന ഗതികേടുണ്ടാവുകയാണ്. 2-3 രോഗികൾ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ട രോഗികളിൽ നിന്ന് പണം വാങ്ങി, അവരിൽ നിന്ന് ഒരു ഗ്രൂപ്പായി പണം വാങ്ങി സംവിധാനങ്ങൾ ഒരുക്കി ശസ്ത്രക്രിയ ചെയ്യേണ്ടുന്ന ഗതികേട് നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിന് ഉണ്ടാവുകയാണ്. ഇനി മെഡിക്കൽ കോളേജിനാണോ? മാതൃഭൂമി ന്യൂസിലടക്കം മാധ്യമങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരുന്ന പരിമിതികൾ എത്രയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മനുഷ്യനെ, അദ്ദേഹം നമ്മുടെ സംവിധാനത്തെ ലോകം മുഴുവൻ ആദരവോടുകൂടി നോക്കുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു കാണിച്ചുള്ള പെരുപ്പിച്ച് കാണിക്കൽ, പ്രതിപക്ഷത്തിന് ആയുധം വെച്ചു കൊടുക്കൽ, വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുഴലൂത്തുകാരായ മാധ്യമങ്ങൾക്ക് ആയുധം വെച്ചു കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ജനങ്ങൾ ഇത് ആ രീതിയിലല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് 2 ദിവസം കൊണ്ട് വ്യക്തമാണ്. സജി ചെറിയാന് പറയാം, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു പറയേണ്ട വേദികളിൽ പറയണം. പറയേണ്ട വേദി ഏതാണ്? ഏരിയ കമ്മിറ്റി യോഗമാണോ? ഇത് അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹം അല്ല അവിടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് KGMCD പറഞ്ഞു. മാത്രമല്ല ഈ പറയേണ്ട വേദികളിലെല്ലാം അദ്ദേഹം നിരന്തരമായി പറഞ്ഞു എന്നും എന്നിട്ട് ഫലമുണ്ടായില്ല. അതല്ല പറയേണ്ട വേദികളെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ വേദികളിൽ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു ശരിയാണ്, ചട്ടലംഘനമാണ്. സർക്കാർ സർവീസിലുള്ള ഒരു ഡോക്ടർ സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫേസ്ബുക്കിൽ അല്ല പറയേണ്ടത്. ശരി, ആ ചട്ടമനുസരിച്ച് ഈ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? ആ ചട്ടമനുസരിച്ച് ഈ സംവിധാനം കൃത്യമായി കാര്യക്ഷമമായി കർത്തവ്യബോധത്തോടെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അച്ചടക്കലംഘനം ചട്ടലംഘനം എന്ന് പറയാനുള്ള ധാർമ്മികമായ അടിത്തറ അവിടെ ഉണ്ടാകും. ഇത് കുത്തഴിഞ്ഞു കിടക്കുന്നു, ഇത് തോന്നിവാസത്തിന് കിടക്കുന്നു. അവിടെയുള്ള ഈ ആശുപത്രി വികസന സമിതി ആകട്ടെ, അതിന് മുകളിലേക്കാകട്ടെ, മന്ത്രിയുടെ ഓഫീസ് വരെ ആകട്ടെ, ഈ പറയുന്ന വേദികളിലെല്ലാം പറഞ്ഞിട്ട് ഉത്തരം കിട്ടാത്തൊരു മനുഷ്യൻ പറഞ്ഞപ്പോൾ അത് പറയേണ്ട വേദികളിൽ നിന്ന് പറയണമെങ്കിൽ ആ വേദി എവിടെയാണ് എന്ന് കൂടി പറഞ്ഞു തരണം. അല്ല, വേദി എന്ന് പറയുന്നത് ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ യൂറോളജി വിഭാഗം ഹെഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആശുപത്രി സംവിധാനമാണ്, അദ്ദേഹത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അവിടെയൊക്കെ പറഞ്ഞിട്ട് ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് താൻ ഈ അല്ലെങ്കിൽ അവിടെ ഇത് വളരെ മെല്ലെപ്പോക്കിൽ പോകുന്നു എന്നുള്ളതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അല്ല, ഈ HDS എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന പ്രതിനിധി പറഞ്ഞു, അവിടെ ഈ HODമാർ ഒരു വിഭാഗത്തെ നയിക്കുന്ന മേധാവിമാർ പോയി രാഷ്ട്രീയ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമിതിയിൽ പോയി ഇങ്ങനെ ആവർത്തിച്ച് പറയാണ്, അവിടെ നടന്ന് ചെരുപ്പ് തേയാണ്. ഈ സംവിധാനം ഒരു വലിയ മതിലായിട്ട് നിൽക്കുകയാണ്. ജനങ്ങൾക്ക് സർവീസ് കൊടുക്കേണ്ട സംവിധാനത്തിനും ഭരണാധികാരികൾക്കും ഇടയിൽ ഒരു വലിയ മതിലായിട്ട് നിൽക്കുകയാണ്. ശുദ്ധീകരണം വേണമെങ്കിൽ അവിടെ വേണം. ഡോക്ടർ നമ്മളോട് സൂപ്പർ പ്രൈം ടൈമിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു ശുദ്ധീകരണം വേണ്ടതുണ്ടെന്ന്. ഇവിടെയൊക്കെ ഈ ശുദ്ധീകരണം നടപ്പിലാക്കാതെ ഈ സംവിധാനം നന്നായി പോകും എന്ന്, അതായത് ഉപകരണങ്ങൾ വാങ്ങുന്നിടത്ത് തീരുന്നതല്ല ഇതിൻ്റെ പ്രശ്നം.
ഉപകരണങ്ങൾ വാങ്ങുന്നിടത്തോ ഫണ്ടിൻ്റെ അഭാവം നികത്തുന്നതിലോ തീരുന്നതല്ല ഈ പ്രശ്നം. ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൃത്യമായി അവനവൻ്റെ ജോലിയും കർത്തവ്യവും ചെയ്യാതിരിക്കലാണ്. ഇനി ആരോഗ്യമന്ത്രിയും DMEയും പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. പരിമിതികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പണവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഇതൊക്കെ മലയാളികൾക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇത്രയും വലിയ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് അവിടുത്തെ DME അടക്കമുള്ളവർ, ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ, മന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ളവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്താണ് നിങ്ങൾ പിന്നെ എന്തറിയുകയായിരുന്നു ഇത്രയും കാലം എന്ന ചോദ്യം ഉണ്ടാവും. ഓക്കെ മാധു, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, ഇതിനെ ഒരു അവസരമാക്കി എടുത്ത് പ്രതിപക്ഷം ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു കാര്യം, നമ്മുടെ നിലവിലുള്ള സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന് മൊത്തം മാതൃകയായ ഒരു സംവിധാനം, ഇങ്ങനൊരു പ്രശ്നം ഒരു ഡോക്ടർ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു, അതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി എടുത്ത് പർവ്വതീകരിച്ച് ഇത്രയും വലിയ പ്രശ്നമാക്കി മാറ്റുന്ന പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അവരുടെ റോള് നമുക്ക് ശരിയായി കാണാൻ കഴിയുമോ? ഈ പ്രതിപക്ഷം പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പ്രതിപക്ഷമല്ല ഈ പറയുന്ന സംവിധാനം ശരിയാക്കേണ്ടത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി കാലവും പിണറായി വിജയൻ കാലവും താരതമ്യപ്പെടുത്തി ആരോഗ്യമന്ത്രി തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഉമ്മൻചാണ്ടി കാലത്തെ ഭരണത്തിൽ നിന്ന് ജനങ്ങളാണ് മാറ്റി നിർത്തിയത്. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്നൊരു സർക്കാരാണ്. അത് ശരിയാക്കിയില്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കണ്ടേ, മാധ്യമങ്ങൾ ചോദിക്കണ്ടേ? ഇപ്പോൾ നിങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ടല്ലോ, നിങ്ങൾ ആവശ്യമില്ലാത്തടത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ഈ വിരൽ ചൂണ്ടേണ്ടുന്ന കാര്യങ്ങൾ, വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ ആരാണ് നിശ്ചയിക്കുക? ഭരണപക്ഷമാണോ?